എന്ത് തുടങ്ങിയോ? ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് വരാൻ താമസിച്ചു. ഇറങ്ങാൻ താമസിച്ചു, കുറച്ച് ലേറ്റ് ആയിപ്പോയി. പക്ഷേ ഉണ്ടല്ലോ, ഒരു കാര്യം പറയാനുള്ളത്, നമുക്കൊരിക്കലും രണ്ട് വീഡിയോ ഒന്നും എടുത്തിടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന് താല്പര്യമില്ല. ശരിയാണ്, ഞങ്ങൾ അതിന് വന്നതല്ല, ജസ്റ്റ് ഒന്ന് കാണാം, സംസാരിക്കാം എന്ന് കരുതി വന്നാണ്. ഇയാളുടെയൊക്കെ കേസ് എന്ന് പറഞ്ഞാൽ, ഈ കേസ് മെയിൻ സ്ട്രീം മീഡിയാസും എല്ലാം സംസാരിച്ചു എല്ലാം കേസ്, അതും എല്ലാം ചെയ്യാം. ഈ മൂന്നിടത്ത് ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ല നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, പബ്ലിക്കിൽ സംസാരിക്കാൻ പറ്റത്തില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത്രേ കാര്യം പറയാനുള്ളൂ. ആക്ച്വലി എനിക്ക് നേരത്തെ ഒരു സോറി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പേടിയായിരുന്നു. കാരണം ഒരു കുറ്റബോധം സംഭവം അറിഞ്ഞിട്ട് പോയതല്ല, പക്ഷെ എന്നാലും ഞാനതില് ഉൾപ്പെട്ട ഒരാളാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഒരു സോറി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങള് ഇനി നമ്മളതിനെ ഭയങ്കര ദുഷ്ടൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിന്റെ റിയാക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ശരിക്കും അപ്പൊ എല്ലാവരുടെയും മുന്നിൽ എനിക്കൊരു സോറി പറയണമെന്നുണ്ട്. അതിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാലില്ല. എനിക്ക് ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടായിരുന്നു. സോറി. എന്തിനാ അങ്ങനെയൊക്കെ അവിടെ കൂടെ പോയി തോപ്പിടിച്ചോണ്ടിരുന്നു? എന്തിനാട്ടെ, അതൊക്കെ പോട്ടെ. എനിക്കെന്തിനും തന്നോട് വിരോധം ഉണ്ടാകേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങോട്ട് വരും ആരെങ്കിലും. പിന്നെ ഇതിനകത്ത് ഇപ്പൊ എൽസബത്ത് വന്ന് ഇങ്ങനെ ഒരു വീഡിയോ കിട്ടില്ലേ, അതൊക്കെ കണ്ടപ്പോ വെറുതെ അങ്ങനെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞത് കൊണ്ട് ഒന്ന് മാക്കിനെ കൂടി വിളിക്കാൻ പറ്റുമോ? മാക്കിനെ വിളിക്കാൻ, മാക്കാണെങ്കിൽ ആള്, മാക്കിന്റെ നമ്പർ ഉണ്ടോ? നീ എന്ത് മാക്കിന് അങ്ങനെ മാക്ക് അന്നേ പറഞ്ഞതാടോ, താൻ പേടിച്ച് ഊരി വണ്ടിക്കകത്ത് കൈയും കാലും മറിച്ച ടീമാണ്. അതിലെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, താൻ അതിന്റെ കൂടെ വന്നത് ആറാട്ടനെയും പുള്ളി പറ്റിച്ചാ കൊണ്ടുവന്നേക്കുന്നു. അത് വേഗം പ്രയോഗിച്ച് കൊണ്ടുവന്നവനാണ്, അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അതിനകത്ത് ഹലോ മാക്, ഹലോ അതെ പറ എടാ, കഥ പറയുന്ന ഞാനിപ്പോ എലിസബത്തിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടേ. എലിസബത്ത് ഇല്ലേ, എലിസബത്തിന്റെ വീട്ടില് ചുമ്മാ വന്നാ, പുള്ളിക്കാരെ കാണണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പഴാ കാണാൻ പറ്റിയത്. എലിസബത്ത് ഇങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തു, ചെറുതായിട്ട് ഇങ്ങനെ ചുമ്മാ ഒരു വീഡിയോ. പുള്ളിക്കാരിക്ക് എന്തോ സോറി പറയാൻ തോന്നിയിരുന്നു, എന്തൊക്കെ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞ് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിന്നെ കോൾ ചെയ്താ. നമ്മളല്ലാതെ സീരിയസ് ആയിട്ട് ഒന്നും സംസാരിക്കുന്നില്ല ഇവിടെ, കാരണം അതൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് നമ്മളൊന്നും ചോദിക്കണ്ട, ഇത് കേട്ടോ. ഹലോ ചേട്ടാ, അന്ന് നമ്മള് കാറിൽ വെച്ച് കണ്ടിട്ട് പിന്നെ കണ്ടിട്ടില്ല. ഒരു ആക്ച്വലി ഒരു സോറി പറയുന്നുണ്ടായിരുന്നു. മാറി, പക്ഷെ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. ആക്ച്വലി നേരത്തെ കോണ്ടാക്ട് ചെയ്യുന്നതായിരുന്നു, പക്ഷെ എനിക്ക് അവനും പേടിച്ചിരിക്കുക, മാക്ക് പേടിച്ചിരിക്കുന്നു, രണ്ടുപേരും ടാറ്റ പറയുന്നു. എന്തിന് നമ്മളെടുക്കുന്നില്ല, പറഞ്ഞോട്ടോ, കുഴപ്പമില്ല. എനിക്കൊരു സമാധാനത്തിന് വേണ്ടിട്ട്. അത് കുഴപ്പമില്ല എടാ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ നിന്നെ കൂടെ കൂട്ടി ഞാൻ ഇത് വരാം, നേരിട്ട് കാണാം. ഗുജറാത്തിൽ നിന്ന് വരുമ്പോ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഗുജറാത്തിലാണ് ഇപ്പൊ എലിസബത്ത് പഠിക്കുന്നത്. MD ഇനി ഒരു MA കൂടെ പഠിക്കും. അയ്യോ, MD അതാണ് പഠിച്ചോണ്ടിരിക്കുന്ന കോഴ്സ്. കുറച്ചാണ് എലിസബത്ത് വലിയ ഡോക്ടറൊക്കെ ആവും. ഡോക്ടറൊക്കെ ആവും, കണ്ടോണം, അടിപൊളിയാ. ആള് സൂപ്പറാണ്, നമ്മള് വിചാരിച്ച ആളൊന്നുമല്ല. ആളിങ്ങനൊന്നുമല്ല, വേറെ അതെ എന്നോട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ ആളകത്തിൽ നിന്ന് ഇറക്കി വന്ന് ഈ എലിസബത്ത് പേടിച്ചിട്ട്
എന്താ ഐസ്ക്രീം? ഐസ്ക്രീം കഴിക്കാൻ വിളിച്ചിറക്കിക്കൊണ്ട് പോയല്ലേ? ഞാൻ ആക്ച്വലി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല വളയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഐസ്ക്രീം കഴിച്ച് വീഡിയോ എടുക്കാം, യൂട്യൂബിലേക്ക് വീഡിയോ എടുക്കാൻ വെച്ചിട്ടൊക്കെയാണ് വരുന്നത്. അവിടെ ഇന്റെ ഒരു ഗിൽറ്റ് ഫീലിംഗ് മാറി. അതെ അതെ, അപ്പൊ ഓക്കേടാ. താങ്ക് യു. ഓക്കെ, ബൈ ബൈ. നിങ്ങളോട് 3 പേരോടും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അവരൊക്കെ പോവാന്ന് പറയണം, അത്രേ ഉള്ളൂ. എടേ നമുക്ക് പോയേക്കാം. പിന്നെ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആകെ പറയാൻ പറ്റുന്നത് ഒരു പോലീസ് കേസ് കംപ്ലൈന്റ്, കോർട്ട്, എല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയേണ്ടി വരും. അല്ലാതെ ഒരാളോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യൂട്യൂബിലും ഇതിനകത്തൊക്കെ തനിക്ക് തൻ്റെ പ്രൊഫൈൽ ഇടുന്ന പോലെയല്ല വേറെ ആരും കിട്ടാൻ പയ്യ. മനസ്സിലായോ? അതിന് അത്ര സിവിയറാണ് അല്ലേ? ഒരു പ്രശ്നമാണ് ഇത്. ഇത്രയൊക്കെ അല്ല, ഒരിക്കലും പറ്റത്തില്ല. ഇത് വിടാനും പറ്റത്തില്ല. എന്ത് ചെയ്യും? നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. ആ ശരി, അപ്പോൾ നിങ്ങൾക്ക് കാണാനും പരിചയപ്പെടാനും സാധിച്ചത് വളരെ സന്തോഷം. താങ്ക് യു ഫോർ ദ നാരങ്ങളും മനസ്സിലായ. ശരി.